ഹലോ, അസ്സാം വലൈക്കും. നമ്മുടെ 8ാം ക്ലാസ്സിലെ അറബി പരീക്ഷകളിൽ സ്ഥിരമായി വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാണ്. സിമ്പിളായ ക്വസ്റ്റ്യനാണ്. കുറേ കുട്ടികൾക്ക് അറിയാം. ഞാൻ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ, നമുക്കൊരു കവിതൻ്റെ മീനിങ് തരും അല്ലേ? കവിതൻ്റെ മീനിങ് ബോക്സിൽ തരും. എന്നിട്ട് 3 കവിതൻ്റെ ലൈനുകൾ തരും. ചോദ്യം എന്താണ്? ഈ മീനിങ് താഴെ കൊടുത്തതിൽ ഏത് കവിതൻ്റെ മീനിങ് ആണ് തിരഞ്ഞെടുക്കണം. അപ്പോൾ ഇത് ആൻസർ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നോ? നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ആദ്യം ഇതെടുത്ത് എഴുതണം. എന്നിട്ട് ഇതിൻ്റെ മീനിങ് ഇത് ഏത് കവിതൻ്റെ ഏത് ലൈനിൻ്റെ മീനിങ് ആണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് അത് അതിൻ്റെ അടിയിൽ എടുത്ത് എഴുതണം. അത് അങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് കേട്ടോ. അതല്ലെങ്കിൽ ഇതിൽ പിന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഈ മീനിങ് വരുന്ന കവിതൻ്റെ ലൈനാണെന്ന് കണ്ടെത്തി ആ വരി ആദ്യം എടുത്ത് എഴുതാം, അടിയിൽ ഇതിൻ്റെ ആൻസർ എഴുതാം. അങ്ങനെ 2 രീതിയിൽ എഴുതാം. എന്തായാലും 2 പെയറാക്കി എഴുതണം. അപ്പോഴാണ് പിന്നെ അങ്ങനെ കറക്റ്റ് ആൻസർ എഴുതേണ്ടത് കേട്ടോ. ഈ സാറ് പറയാൻ പോകുന്നത് എന്താണ്? നിങ്ങൾക്ക് ഇതിൻ്റെ മീനിങ് ഒന്നും അറിയില്ല, കവിതയുടെ മീനിങ് ഒന്നും നോക്കിയിട്ട് ഇതിൻ്റെ മീനിങ് ഒന്നും മനസ്സിലാവണില്ല. അങ്ങനെയെങ്കിൽ ഇത് ഏത് വരിയുടെ മീനിങ് ആണെന്ന് എങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ്. അതിന് സിമ്പിൾ ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് നന്നായിട്ട് വായിച്ചു നോക്കാം. മീനിങ് ഒന്നും അറിയില്ല, വായിച്ചു നോക്കാം. ഇതിൽ ഓരോ വാക്കുകൾ ഔലാദ്, അസ്ഹാർ, ബുസ്താൻ, നൂറ്, ഈ വാക്കുകളൊക്കെ നോട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ 3 വരി വായിച്ചു നോക്കുക. ഇതിൽ അയ്യ്, ദൻബ്, ജരീറത്ത്, ബറാഅത്ത്, സൈർ, നഹന്, ദുനിയ, സുഹൂർ, നഹനു, കൗന്, ഇങ്ങനെ ഓരോന്ന് വായിച്ചു നോക്കാം. അങ്ങനെ വായിച്ചു നോക്കി എന്ത് ശ്രദ്ധിക്കണം തരാം. ഇതിൽ വരുന്ന വാക്കുകൾ കൂടുതലും ഇതിൽ ഏത് വരിയിലാണോ മാച്ചായിട്ട് വരുന്നത്, റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, മാച്ചായിട്ട് വരുന്നത് ഏതിലാന്ന് നോക്കുക. അതായിരിക്കും അതിൻ്റെ ആൻസർ. എന്താണ്? ഇതിൽ വരുന്ന വാക്കുകൾ ഇതിൽ ഏത് വരിയിലാണോ റിപ്പീറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കൂടുതൽ മാച്ചായിട്ട് വരുന്നത് അതായിരിക്കും ആൻസർ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അല്ല ഔലാദ്, അസ്ഹാർ, അവിടെ അസ്ഹാർ, സഹിർ, അസ്ഹാർ ഉണ്ടാവും. ഇവിടെ സുഹൂർ ഉണ്ടാവും. ഇവിടെ പിന്നെ അതേപോലെ തന്നെ നൂറിൻ്റെ അതേ സെയിം മീനിങ് ആണ് ലിയാവ്, 2 ഒരേ അർത്ഥം. അതറിയണവർക്ക് അത് എങ്ങനെ കണ്ടെത്തുക? അല്ലെങ്കിൽ എന്തായി സഹിർ, ഇതിലൊന്നും വേറെ വാക്ക് മാച്ചായി വരുന്നില്ല. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ കവിതൻ്റെ മീനിങ് തന്നിട്ട് കവിതയിലെ വരി കണ്ടെത്താൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അതിനോട് കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ഇത് 2ലും ആവർത്തിച്ച് വരുന്ന വാക്ക് ഏത് വരിയിലാണോ, അതല്ല കൂടുതൽ മാച്ചായി വരുന്ന വാക്കുകൾ ഏത് വരിയിലാണോ നോക്കുക. അതായിരിക്കും അതിൻ്റെ ആൻസർ. ഓക്കെ അല്ലേ? സിമ്പിൾ ട്രിക്കാണ് കേട്ടോ. അറിയാത്തവർക്ക് കൊണ്ട് പറഞ്ഞതാണ്. മാർക്ക് സ്കോർ ചെയ്യുക. അസ്സലാമു അലൈക്കും.